യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താവിഷയം. തിബേരിയാസ് കടൽ തീരത്ത് തന്നെ തേടിയെത്തിയ ജനക്കൂട്ടത്തോട് നശ്വരമായ ആഹാരത്തിനപ്പുറം ദൈവം നൽകുന്ന ജീവന്റെ അപ്പത്തെക്കുറിച്ച് കർത്താവായ യേശു ഇന്ന് സംസാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല, മറിച്ച് അപ്പം തിന്ന് വിശപ്പടക്കിയതുകൊണ്ടാണ് അവർ അവനെ അന്വേഷിച്ചത് എന്ന യാഥാർത്ഥ്യം കർത്താവ് തന്നെ വിളിച്ചു പറയുന്നു. ഭൗതികമായ ആവശ്യങ്ങൾക്കായി മാത്രം ദൈവത്തെ സമീപിക്കുന്ന നമ്മുടെ പ്രവണതകളെ ഈ വചനഭാഗം തിരുത്തുന്നുണ്ട്. അഴിഞ്ഞു പോകാത്തതും നിത്യജീവൻ നൽകുന്നതുമായ ആഹാരത്തിനായി അധ്വാനിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ലോകം നൽകുന്ന സംതൃപ്തി താൽക്കാലികം മാത്രമാണെന്നും ദൈവപുത്രനിലൂടെ ലഭിക്കുന്ന ആത്മീയ സംതൃപ്തിയാണ് ശാശ്വതമെന്നും നാം തിരിച്ചറിയണം. പിതാവായ ദൈവം മുദ്ര വെച്ചയച്ച മന്നയാണ് ക്രിസ്തു എന്ന ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശക്തി പകരും. ഈ വചനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനും നിത്യമായതിനെ ലക്ഷ്യം വയ്ക്കാനും കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ് എന്ന ജനത്തിന്റെ ചോദ്യത്തിന് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന ലളിതവും എന്നാൽ അർത്ഥവത്തുമായ മറുപടിയാണ് കർത്താവ് ഈശോ നൽകുന്നത്. കേവലം അനുഷ്ഠാനങ്ങൾക്കപ്പുറം ക്രിസ്തുവുമായുള്ള ഗാഢമായ ബന്ധമാണ് യഥാർത്ഥ ആത്മീയതയെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും തകർന്നു പോകുന്ന അവസ്ഥകളിലും വിശപ്പിന്റെ അവസ്ഥയിലും ഒക്കെ നാം ഭൗതിക പരിഹാരങ്ങൾക്കായി നെട്ടോട്ടം യഥാർത്ഥ സമാധാനം അവിടുത്തെ വചനത്തിലാണെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. നശ്വരമായ നേട്ടങ്ങളെക്കാൾ അനശ്വരമായ പുണ്യങ്ങൾക്കായി നാം സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അധ്വാനങ്ങളും ആഗ്രഹങ്ങളും ദൈവിക പദ്ധതിയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. വിശ്വസിക്കുക എന്നത് ഒരു പ്രവൃത്തിയാണ്. അത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാനുള്ള സന്നദ്ധതയാണ്. ഈ ദിവ്യരഹസ്യം ഉൾക്കൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ അപ്പമായി, കേന്ദ്രമായി സ്വീകരിക്കുക. അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നാം നിത്യജീവനിലേക്കുള്ള പാതയിലാണെന്ന് തീർത്തും ഉറപ്പിക്കാം. ലോകം നൽകുന്ന ആഹാരത്തെക്കാൾ ഉപരിയായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പത്തിനായി നമുക്ക് ദാഹിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.